പി.വി. അൻവറും തൃണമൂൽ കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇപ്പോൾ ഭാരവാഹിത്വമില്ല, ഒന്നുമില്ല, ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയില്ല, ഒരു തരത്തിലും ഇല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മറ വേണം എന്നുള്ളതാണ് അയാളെ അലട്ടുന്ന പ്രശ്നം. പി.വി. അൻവറിന് അധികാരമില്ലാതെ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ബേപ്പൂരിൽ മത്സരിക്കാനുള്ള ശ്രമങ്ങളുമായി പി.വി. അൻവർ സജീവമായിട്ടുണ്ട്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിനായി നമ്മളോടൊപ്പം ഉള്ളത് തൃണമൂൽ കേരള ഘടകം ഭാരവാഹികളാണ്. ജനറൽ സെക്രട്ടറി MK അലിയാണുള്ളത്. തൃണമൂലിൻ്റെ പിന്തുണയോടുകൂടിയാണോ ബേപ്പൂരിൽ പി.വി. അൻവർ മത്സരിക്കാൻ ഒരുങ്ങുന്നത്? രാകേഷ്, ഒരിക്കലും അങ്ങനൊരു സാധ്യത അവിടെയില്ല. കാരണം പി.വി. അൻവറും തൃണമൂൽ കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. മുമ്പ് 2 തവണ പി.വി. അൻവർ തൃണമൂലിൻ്റെ പേരും പറഞ്ഞ് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. നിലമ്പൂരിലെ ഒരു ബൈ ഇലക്ഷനിൽ. അവിടെ ഒരു ബൈ ഇലക്ഷൻ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളൊരു ചോദ്യം ആരും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. അവിടുത്തെ ഏതെങ്കിലും നിലവിലെ MLA മരിച്ചുപോയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാരകമായ അസുഖം ബാധിച്ച് കിടപ്പിലായതിൻ്റെ പേരിലല്ലായിരുന്നു ആ ഇലക്ഷൻ എന്നുള്ളതാണ്. ആ ഇലക്ഷനിൽ ഈ രാജിവെച്ച പി.വി. അൻവർ തന്നെ വീണ്ടും സജീവമായി രംഗത്ത് വരുന്ന ഒരു വിരോധാഭാസം നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പി.വി. അൻവറിന് അധികാരമില്ലാതെ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസ്സുകളെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മറ വേണം എന്നുള്ളതാണ് അയാളെ അലട്ടുന്ന പ്രശ്നം. സോ അദ്ദേഹം DMK-യുമായിട്ട് കേരളത്തിൽ വന്നു. കുറച്ചാളുകളും കൂട്ടി 2-3 ദിവസം പ്രചരണം നടത്തി. ചേലക്കരയിൽ ഒരു കാൻഡിഡേറ്റിനെ നിർത്തി. അയാൾ അമ്പേ പരാജയപ്പെട്ടു. ആ സ്ഥാനാർത്ഥി BJP-യിലേക്ക് കത്തയക്കും പോലെയാണ് പറഞ്ഞു വിട്ടത്. അവിടുന്ന് എന്തെങ്കിലും BJP-യിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ഷണം എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് പി.വി. അൻവർ അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ദാരിദ്ര്യം അനുഭവിച്ച് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ബംഗാളിലെത്തി കേരളത്തിൽ നിന്നുള്ള ഒരു MLA എന്നുള്ള നിലയ്ക്ക് അഭിഷേക് ബാനർജി അദ്ദേഹത്തെ സ്വീകരിച്ചു. അഭിഷേക് ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു. ആ സാഹചര്യത്തിൽ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ്സുകാരെ യോജിപ്പിക്കാൻ ഒരു കോർഡിനേറ്ററെ വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങളിലും പലർക്കും സന്തോഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി തൃണമൂൽ കോൺഗ്രസ്സിലൊരു പുതുജീവൻ ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു മാസത്തിനുള്ളിൽ ഇത് എൻ്റെ പാർട്ടിയാണ്. മുൻകാലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ 2009 മുതൽക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ അകത്തുള്ള ആളുകൾക്ക് ഇതിൽ യാതൊരു അവകാശവും ഇല്ല എന്നുള്ള രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിൽ നിന്നാണ് ഞങ്ങളിൽ നിന്നും എതിർ ശബ്ദം ഉണ്ടായത്. നിലമ്പൂരിലെ ഇലക്ഷനിൽ ഇദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ പി.വി. അൻവർ തൃണമൂലിൻ്റെ കൺവീനറാണോ? അദ്ദേഹത്തിന് ഒരു കോർഡിനേറ്റർ പദവി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് കഴിയുന്നതോടുകൂടി അത് അവസാനിച്ചു. പി.വി. അൻവർ അവിടെ നൽകിയ വാഗ്ദാനം ത്രിതല പഞ്ചായത്തുകളിൽ 200ഓളം പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും. ആ പിടിച്ചെടുത്തതിന് ശേഷം ഇവിടെ തൃണമൂൽ കോൺഗ്രസ്സിന് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി തരും എന്നൊരു വാഗ്ദാനം അവിടെ നൽകിയതിൻ്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പദവി അദ്ദേഹത്തിന് കിട്ടിയത്. ഇപ്പോൾ ഭാരവാഹിത്വമില്ല, ഒന്നുമില്ല, ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയില്ല, ഒരു തരത്തിലും ഇല്ല. അങ്ങോട്ട് പോകാൻ കഴിയില്ല. ആ അവസ്ഥയാണ്. അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും വിളിച്ച് സംസാരിക്കാനോ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചോദിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം പി.വി. അൻവറിന് നിലവിലുണ്ട്. പി.വി. അൻവറിനെതിരെ നിങ്ങൾ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തും? തീർച്ചയായിട്ടും നിർത്തും. ബേപ്പൂരിൽ മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. അതിൻ്റെ പ്രഖ്യാപനം ദേശീയ നേതൃത്വം നടത്തും. ഞങ്ങളിവിടെ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റുമായിട്ട് ദേശീയ നേതൃത്വത്തെ സമീപിക്കും. ഈ തൃണമൂൽ ആണ് എന്ന് പറയുന്ന അതേ സമയം തന്നെ കോൺഗ്രസുമായി അലയൻസ് ഉണ്ടാക്കുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഒരിക്കലും തൃണമൂൽ കോൺഗ്രസ്സിന് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് സഹകരിച്ചു പോകാൻ കഴിയില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ ചരിത്രം തന്നെ കോൺഗ്രസിനെയും CPM-നെയും അവിടെ ഇല്ലാതാക്കി ഭരണം പിടിച്ചെടുത്തൊരു സാഹചര്യമാണ്. ഒരു സംസ്ഥാനം തന്നെ പിടിച്ചെടുത്തതാണ് മമതാ ബാനർജി. ആരുമായിട്ടും യാതൊരു തരത്തിലുള്ള അലയൻസും ഉണ്ടാക്കാൻ തൃണമൂൽ കോൺഗ്രസ്സിന് സാധിക്കില്ല, കഴിയില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ ബൈലോയിൽ അങ്ങനെ ഒന്നില്ല. തൃണമൂൽ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് CM രാജേന്ദ്രനാണുള്ളത്. എങ്ങനെയാണ് പി.വി. അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം കാണുന്നത്? പി.വി. അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് UDF-ൻ്റെ സ്ഥാനാർത്ഥിത്വമല്ലേ, തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയല്ല. കാരണം തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ അതിൻ്റെ ആലോചന പോലും നടന്നിട്ടില്ല. ഈ വരാൻ പോകുന്ന 28-ാം തീയതി തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് കൂടുന്നു.
ആ തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി യോഗം കൂടിക്കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും ഞങ്ങൾ 140 നിയോജക മണ്ഡലം ഉള്ളതിൽ എത്ര നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ കഴിയും, ആരൊക്കെ സ്ഥാനാർത്ഥികളാകണം എന്നുള്ള കാര്യം ഞങ്ങളവിടെ സംസാരിച്ച് എത്ര പേർക്ക് വിജയസാധ്യതയുണ്ട്, വെറുതെ മത്സരിപ്പിച്ചാൽ പോലെ വിജയിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അത് 28-ാം തീയതി നമ്മൾ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് കമ്മിറ്റി അവലോകന യോഗം നടത്തിയതിന് ശേഷം ഈ ലിസ്റ്റുമായി ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാനാണ് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അൻവറിൻ്റെ കാര്യം തൃണമൂൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആരുമല്ല. ദേശീയ നേതൃത്വത്തിന് അറിയുമോ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകുന്നത്? പിന്നെ ദേശീയ നേതൃത്വം ഞങ്ങളെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഞങ്ങളോടാണ് നിർദ്ദേശം തന്നിരിക്കുന്നത്. 28-ാം തീയതി നിങ്ങൾ ഈ പരിപാടികളെല്ലാം ആളുകളെ വിളിച്ച്, നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ച് അതിൽ നിന്നും സ്ഥാനാർത്ഥികളെ സെലക്ട്, അവരുടെ ബയോഡാറ്റ ഉൾപ്പെടെ എത്ര സ്ഥാനാർത്ഥികളുണ്ട്, മിനിമം 40 പേരെങ്കിലും വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്ര അംഗീകരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ആ ആളുകളുടെ ലിസ്റ്റും ബയോഡാറ്റയും ഉൾപ്പെടെ ഡൽഹിയിലേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ദേശീയ നേതൃത്വം. ഇവിടെ നമ്മുടെ ഡെറിക് ഒബ്രിയാൻ ഈ കേരളത്തിലേക്ക് വന്നതാണ്. അവർ വന്നിട്ട് അദ്ദേഹത്തെ പോലും നാണം കെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആരുമല്ല. അദ്ദേഹം ഏതെങ്കിലും സ്ഥലത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പ്രസിഡൻറ്റിനെയോ ഏതെങ്കിലും ഒരു വൈസ് പ്രസിഡൻറ്റിനെയോ ഏതെങ്കിലും ഒരു മണ്ഡലം പ്രസിഡന്റിനെ പോസ്റ്റ് ചെയ്തായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളൊക്കെ ചാനലിൽ എത്രയോ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്, ഏതെങ്കിലും കാലത്ത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട അലി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഒരു 20 പഞ്ചായത്തുകളും 200 ത്രിതല പഞ്ചായത്ത് മെമ്പർമാരെയും ഉണ്ടാക്കി കൊടുക്കാം തൃണമൂൽ കോൺഗ്രസ് എന്നൊരു വലിയൊരു വാഗ്ദാനം, വലിയൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ട് ദേശീയ നേതൃത്വത്തിന് കൊടുത്തപ്പോൾ ദേശീയ നേതൃത്വം താൽക്കാലികമായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അത് ത്രിതല പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ ആകെ മൊത്തം കേരളത്തിൽ കിട്ടിയത് 232 വോട്ടാ. അൻവർ നിർത്തിയ ആളുകൾക്ക് മൊത്തത്തിൽ കിട്ടിയത് 232 വോട്ട് ആൾ കിട്ടിയത്. അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് കൊടുത്ത ആ കാലാവധിയും കഴിഞ്ഞു. അദ്ദേഹം പാർട്ടിയിൽ നിന്നും പുറത്തായി. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ഒരു ബന്ധവുമില്ല. ഏതായാലും PV അൻവറിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി ബേപ്പൂരിൽ മുന്നോട്ട് പോകാനാണ് തൃണമൂൽ കേരള ഘടകത്തിൻ്റെ തീരുമാനം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.